നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴങ്ങളിൽ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത് വെറുതെയല്ല. എന്താണ് അതിലുള്ളതെന്ന് അറിയാമോ? ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ കൂടുതൽ പേരും ഭക്ഷണത്തിനായി പഴങ്ങളും പച്ചക്കറികളും കടകളിൽ നിന്നാണ് വാങ്ങാറുള്ളത്. വീട്ടാവശ്യങ്ങൾക്കായി പഴങ്ങളും പച്ചക്കറികളും നട്ടുവളർത്തി ഉപയോഗിക്കാനുള്ള സമയം പലർക്കും ലഭിക്കാറില്ല. അതിനാൽ കടകളെ ആശ്രയിക്കാതെ മറ്റ് വഴികളില്ല. ഇത്തരത്തിൽ കടകളിൽ നിന്ന് പഴങ്ങളും പച്ചക്കറികളും വാങ്ങുമ്പോൾ അതിൽ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത് ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്നാൽ ആ സ്റ്റിക്കറിൽ എന്താണുള്ളതെന്ന് എത്ര പേർക്ക് അറിയാം? എത്ര പേർ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇവ ഭംഗിക്കായി ഒട്ടിച്ചു വച്ചിരിക്കുന്ന സ്റ്റിക്കറുകൾ അല്ല, മറിച്ച് പഴങ്ങൾ എങ്ങനെയാണ് വളർത്തിയെടുത്തത് എന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത്. പഴങ്ങളിൽ ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കർ ഫ്രൂട്ട് സ്റ്റിക്കർ കോഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനെ പ്രൈസ് ലുക്കപ്പ് കോഡ് എന്നും വിളിക്കാറുണ്ട്. പരമ്പരാഗത രീതിയിൽ കീടനാശിനികളും രാസവസ്തുക്കളും ഉപയോഗിച്ച് കൃഷി ചെയ്തതെന്നാണ് സ്റ്റിക്കറിലെ 4-ൽ തുടങ്ങുന്ന 4 അക്ക കോഡ് സൂചിപ്പിക്കുന്നത്. 3-ൽ തുടങ്ങി 5 അക്കമുള്ള കോഡ് സൂചിപ്പിക്കുന്നത് അതിൽ റേഡിയേഷന് വിധേയമായ പഴങ്ങളാണെന്നാണ്. 5 അക്കമുള്ള സ്റ്റിക്കറുകൾ പഴം ജനിതക മാറ്റം വരുത്തിയതെന്നാണ് സൂചന നൽകുന്നത്. ജനിതക മാറ്റം വരുത്തിയ പഴങ്ങൾക്ക് 8 എന്ന സംഖ്യയിൽ തുടങ്ങുന്ന കോഡുകളായിരിക്കും ഉണ്ടാവുക. 9-ൽ തുടങ്ങുന്ന 5 അക്കം കോഡുകളുള്ള പഴങ്ങൾ ജൈവ രീതിയിൽ വളർത്തിയെന്നാണ് സൂചിപ്പിക്കുന്നത്. 6-ൽ തുടങ്ങി 4 അക്കമുള്ള കോഡ് നൽകുന്നത് മുറിച്ചു വച്ചിരിക്കുന്ന പഴങ്ങൾക്കാണ്. പഴത്തിൻ്റെ പുറംതൊലിയിൽ കറുത്ത പാടുകളും രാസവസ്തുക്കൾ പ്രയോഗിച്ചതിൻ്റെ സൂചനയാണ്. അതിനാൽ തന്നെ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി പഴങ്ങൾ തിരഞ്ഞെടുക്കാം. അപ്പോൾ പഴങ്ങളിൽ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കോ. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.